ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കാത്തിരുന്ന ആ നിമിഷം വന്നെത്തിയിരിക്കുകയാണ്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ തിയേറ്ററുകളിലേക്ക് വരാൻ ഇനി അധികം ദിവസങ്ങളില്ല. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും, ഇതൊരു സാധാരണ സ്പൈഡർമാൻ സിനിമയല്ല. സ്പൈഡർമാൻ മാത്രമല്ല, നമ്മളുടെ സ്വന്തം ആംഗ്രി മാൻ ഹൾക്ക്, ചോരപ്പുഴ ഒഴുക്കാൻ പണിഷർ, പിന്നെ നമ്മുടെ നെൽസൺ മർഡോക്ക് അഥവാ ഡെയർഡെവിൾ വരെ ഇതിലുണ്ടാകുമെന്നാണ് ശക്തമായ റൂമറുകൾ. പോരാത്തതിന് ഡെയർഡെവിൾ സീരീസിലെ വില്ലൻ ഗ്രൂപ്പായ ദ ഹാൻഡ് വരെ ഇതിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ഇത്രയും വലിയൊരു കഥാപാത്ര നിരയോടെ എത്തുന്ന ഈ സിനിമ കാണുമ്പോൾ കഥ കൃത്യമായി മനസ്സിലാകണമെങ്കിൽ ഇതിനു മുൻപത്തെ MCU സിനിമകളിലെ ക്യാരക്ടേഴ്സ് ഇപ്പോൾ ഏതവസ്ഥയിലാണ് ഉള്ളതെന്നും ഏതൊക്കെ സിനിമകളാണ് കണ്ടിരിക്കേണ്ടതെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യം നമുക്ക് ഹൾക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. ബ്രാൻഡ് ന്യൂ ഡേയിലേക്ക് എത്തുമ്പോൾ ഹൾക്ക് ഇപ്പോൾ ഏതവസ്ഥയിലാണ്? നമുക്കറിയാം, MCU യുഗത്തിന്റെ തുടക്കത്തിൽ ദ ഇൻക്രെഡിബിൾ ഹൾക്ക് എന്ന സിനിമയിൽ എഡ്വേർഡ് നോർട്ടൺ ആയിരുന്നു ഹൾക്ക്. എന്നാൽ പിന്നീട് മാർവലുമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം പുള്ളിയെ മാറ്റി പകരം നമ്മുടെ മാർക്ക് റഫലോയെ കൊണ്ടുവന്നു. ഇതാണ് ഹൾക്കിന്റെ ഒറിജിൻ സ്റ്റോറി എന്ന് പറയാവുന്ന സിനിമ. അതിനുശേഷം അവഞ്ചേഴ്സ് 1ലും ഏജ് ഓഫ് അൾട്രോണിലും ഒക്കെ ആ പഴയ കൺട്രോൾ ഇല്ലാത്ത ആംഗ്രി ഹൾക്കിനെ നമ്മൾ കണ്ടു. എന്നാൽ ഏജ് ഓഫ് അൾട്രോണിന്റെ അവസാനം ഭൂമിയിൽ താൻ ആർക്കും ഒരു ഭീഷണിയാകാതിരിക്കാൻ വേണ്ടി ടോണി സ്റ്റാർക്കിന്റെ ക്വിൻജെറ്റ് വിമാനത്തിൽ ഹൾക്ക് എർത്ത് വിട്ട് പോവുകയാണ്. പുള്ളി ചെന്ന് ലാൻഡ് ചെയ്തത് സക്കാർ എന്ന പ്ലാനറ്റിലാണ്. അവിടെ വെച്ചാണ് തോർ റാഗ്നോർക്കിൽ തോറുമായിട്ടുള്ള അടിപിടിയും തുടർന്ന് അസ്ഗാർഡിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളുമൊക്കെ നടക്കുന്നത്. അവിടുന്ന് ഭൂമിയിലേക്ക് മടങ്ങുന്ന വഴിക്കാണ് താനോസുമായുള്ള എൻകൗണ്ടർ. താനോസിന്റെ കയ്യിൽ നിന്ന് നല്ല ഇടി കിട്ടിയ പേടിയിൽ പിന്നീട് ഹൾക്ക് ഫോമിലേക്ക് വരാൻ ബ്രൂസ് ബാനർ എത്ര ശ്രമിച്ചിട്ടും ഹൾക്ക് സമ്മതിച്ചില്ല. ഒടുവിൽ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിലേക്ക് എത്തിയപ്പോൾ ബ്രൂസ് ബാനർ ഒരു ലാബിൽ വെച്ച് തന്റെ ബുദ്ധിയും ഹൾക്കിന്റെ ശരീരവും തമ്മിൽ കൂട്ടിയിണക്കി പ്രൊഫസർ ഹൾക്ക് അഥവാ സ്മാർട്ട് ഹൾക്കായി മാറി. ഇതിനുശേഷം ഷാങ്ചിയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമ്മൾ വീണ്ടും ബ്രൂസ് ബാനറിനെ ഹ്യൂമൻ ഫോമിൽ കണ്ടു. പിന്നീട് വന്ന ഷീ ഹൾക്ക് സീരീസിലാണ് ഹൾക്കിനെ കുറിച്ച് വ്യക്തമായ ചില വിവരങ്ങൾ നൽകുന്നത്. പുള്ളിക്ക് ഹ്യൂമൻ ഫോമിൽ തുടരാൻ സഹായിക്കുന്ന ഒരു ഇൻഹിബിറ്റർ ഡിവൈസ് കയ്യിൽ കെട്ടിയിരിക്കുന്നത് നമ്മൾ കണ്ടു. ഇത് ടോണി സ്റ്റാർക്ക് ഡിസൈൻ ചെയ്ത ലാബിൽ വെച്ച് ഉണ്ടാക്കിയെടുത്ത സ്റ്റാർക്ക് ടെക്നോളജിയാണ്. കറന്റ്ലി ബ്രാൻഡ് ന്യൂ ഡേ ട്രെയിലറിലും ബ്രൂസ് ബാനറിന്റെ കയ്യിൽ ഈ ഡിവൈസ് ഉണ്ട്. ഇതിനർത്ഥം പുള്ളി ഇപ്പോൾ ഹ്യൂമൻ ഫോം കൺട്രോൾ ചെയ്യുകയാണ്. എന്നാൽ ട്രെയിലർ തരുന്ന സൂചന അനുസരിച്ച് വർഷങ്ങളായി ഉള്ളിൽ അടക്കിപ്പിടിച്ചിരിക്കുന്ന ആ പഴയ അക്രമാസക്തനായ ആംഗ്രി ഹൾക്ക് ഈ സിനിമയിലൂടെ തിരികെ വരാൻ പോവുകയാണ്. അടുത്തതായി നമ്മുടെ ഫ്രാങ്ക് കാസിൽ അഥവാ പണിഷർ. പുള്ളി ഈ സിനിമയിൽ വരുന്നുണ്ടെന്ന് ട്രെയിലറിലൂടെ തന്നെ കൺഫേം ആയതാണ്. പണിഷറുടെ ബാക്ക് സ്റ്റോറി അറിയുക എന്നത് വലിയൊരു ടാസ്ക് ആണ്. കാരണം പുള്ളിയുടെ ക്യാരക്ടർ ഡെവലപ്മെന്റ് മനസ്സിലാക്കണമെങ്കിൽ നെറ്റ്ഫ്ലിക്സിന്റെ ഡെയർഡെവിൾ സീരീസും പണിഷറുടെ സ്വന്തം 2 സീസണുകളും ഒക്കെ കണ്ടു തീർക്കണം. എന്നാൽ ഇതിനൊന്നും സമയമില്ലാത്തവർക്ക് വേണ്ടി മാർവൽ കഴിഞ്ഞ വർഷം ഒരു സ്പെഷ്യൽ പ്രസന്റേഷൻ ഇറക്കിയിരുന്നു, പണിഷർ 1 ലാസ്റ്റ് കിൽ. ബ്രാൻഡ് ന്യൂ ഡേയിലേക്ക് വരും മുമ്പ് പണിഷറിന്റെ മാനസികാവസ്ഥ എന്താണെന്നറിയാൻ ഇത് മാത്രം കണ്ടാൽ മതി. തന്റെ കുടുംബത്തിന്റെ മരണത്തിന് കാരണക്കാരനായ എല്ലാവരെയും ഫ്രാങ്ക് കാസിൽ കൊന്നൊടുക്കി കഴിഞ്ഞു. ഇപ്പോൾ പുള്ളിയുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യവുമില്ലാത്ത അവസ്ഥയാണ്. ടോണി സ്റ്റാർക്കിനെ പോലെ കടുത്ത പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അനുഭവിക്കുകയാണ് ഫ്രാങ്ക്. സേഡി സിംഗ് അഭിനയിക്കുന്ന ജീൻ ഗ്രേ എന്ന മ്യൂട്ടൻ കഥാപാത്രവും ഇതിലുണ്ട്. എന്നാൽ പഴയ എക്സ്മെൻ സിനിമകളിലെ ജീൻ ഗ്രേയും ഇതും തമ്മിൽ ബന്ധമുണ്ടോ എന്നത് സിനിമ കണ്ടു തന്നെ അറിയണം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഹീറോയിലേക്ക് വരാം. നമ്മുടെ ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാൻ കഥ തുടങ്ങുന്നത് അങ്ങ് ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാറിൽ നിന്നാണ്. അവഞ്ചേഴ്സ് ഗവൺമെന്റിന്റെ കീഴിൽ വരണമെന്ന സോക്കോവിയ അക്കോർഡ്സ് നിയമത്തെ ചൊല്ലി അയൺമാനും ക്യാപ്റ്റനും തമ്മിൽ തർക്കമുണ്ടാകുന്നു. അതിനിടയിൽ വാണ്ട മാക്സിമോഫ് കാരണം ഒരു ബിൽഡിംഗ് തകരുകയും സാധാരണക്കാർ മരിക്കുകയും ചെയ്തതോടെ ഗവൺമെന്റ് പ്രഷർ ശക്തമാക്കി. ടോണി സ്റ്റാർക്ക് ഈ നിയമത്തെ സപ്പോർട്ട് ചെയ്തപ്പോൾ സ്റ്റീവ് റോജേഴ്സ് എതിർത്തു. ക്യാപ്റ്റന്റെ ടീമിനെ നേരിടാൻ ആളുകളെ തിരഞ്ഞ ടോണി സ്റ്റാർക്ക് ഒടുവിൽ ക്വീൻസിലെ പീറ്റർ പാർക്കർ എന്ന പയ്യനെ കണ്ടെത്തുന്നു. സ്വന്തമായി ഉണ്ടാക്കിയ ഒരു ലോക്കൽ സ്യൂട്ടുമായി നടന്നിരുന്ന പീറ്ററിന് ടോണി ഒരു കിടിലൻ ഹൈടെക് സ്യൂട്ട് ഡിസൈൻ ചെയ്ത് നൽകി അവനെ യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുവന്നു. ഇതാണ് MCUവിലെ സ്പൈഡർമാന്റെ എൻട്രി. സിവിൽ വാറിന് ശേഷം പീറ്ററിന്റെ കഥ പറയുന്നതാണ് സ്പൈഡർമാൻ ഹോം കമ്മിങ്. പീറ്റർ തന്റെ രഹസ്യം ബെസ്റ്റ് ഫ്രണ്ടായ നെഡിനോട് അബദ്ധത്തിൽ വെളിപ്പെടുത്തുന്നു. ന്യൂയോർക്ക് ബാറ്റിലിന് ശേഷം അവശിഷ്ടങ്ങൾ വൃത്തിയാക്കുന്ന ജോലി ടോണി സ്റ്റാർക്കിന്റെ ഡാമേജ് കൺട്രോൾ ഏറ്റെടുത്തതോടെ പണി പോയ അഡ്രിയാൻ ടോംസ് എന്ന വൺ ഓഫ് ദി ബെസ്റ്റ് വില്ലൻ വൾച്ചറായി മാറുന്നു. അവൻ ഏലിയൻ ടെക്നോളജി മോഷ്ടിച്ച് ബ്ലാക്ക് മാർക്കറ്റിൽ ആയുധ കച്ചവടം തുടങ്ങി. അവനെ തടയാൻ പോയ പീറ്റർ ഒരു വലിയ കപ്പൽ തന്നെ നടുവേ പിളരുന്ന അവസ്ഥയിലെത്തിച്ചു. ടോണി സ്റ്റാർക്ക് നേരിട്ടെത്തിയാണ് അന്ന് ജനങ്ങളെ രക്ഷിച്ചത്. ദേഷ്യം വന്ന ടോണി പീറ്ററിന്റെ സ്യൂട്ട് തിരികെ വാങ്ങി. സ്യൂട്ട് ഇല്ലെങ്കിലും താൻ സ്പൈഡർമാൻ ആണെന്ന് തെളിയിക്കാൻ പീറ്റർ തന്റെ പഴയ കോസ്റ്റ്യൂമിൽ വന്ന് വൾച്ചറിനെ തോൽപ്പിച്ചു. ഒടുവിൽ പീറ്ററിന്റെ കഴിവ് കണ്ട് ടോണി അവനെ അവഞ്ചേഴ്സിലേക്ക് ക്ഷണിച്ചെങ്കിലും പീറ്റർ അത് നിരസിച്ചു. പിന്നീട് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ താനോസിന്റെ ആൾക്കാർ ഭൂമി ആക്രമിച്ചപ്പോൾ പീറ്റർ അവരെ നേരിടാൻ സ്പേസിലേക്ക് പോയി.
അവിടെ വെച്ചാണ് ടോണി പീറ്ററിന് അയൺ സ്പൈഡർ സ്യൂട്ട് നൽകുന്നത്. എന്നാൽ താനോസിന്റെ വിരൽ ഞൊടിയിൽ പീറ്ററും ചാരമായി മാറി. 5 വർഷങ്ങൾക്ക് ശേഷം എൻ ഗെയിമിൽ തിരിച്ചെത്തിയെങ്കിലും പീറ്ററിന്റെ കൺമുന്നിൽ വെച്ച് ടോണി സ്റ്റാർക്ക് പ്രപഞ്ചത്തെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ ബലി നൽകി. പീറ്ററിന്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഘാതമായിരുന്നു അത്. ടോണിയുടെ മരണത്തിന് ശേഷം മാനസികമായി തളർന്ന പീറ്റർ സ്കൂളിൽ നിന്നും യൂറോപ്പിലേക്ക് ഒരു ട്രിപ്പ് പോയി. അവിടെ വെച്ച് അവൻ MJയോട് പ്രണയം തുറന്നു പറയാൻ പ്ലാൻ ചെയ്തു. എന്നാൽ നിക് ഫ്യൂറി അവനെ വിളിപ്പിക്കുകയും മൾട്ടിവേഴ്സിൽ നിന്ന് വന്നതാണെന്ന് അവകാശപ്പെട്ട മിസ്റ്റീരിയോ എന്ന കെന്റിൻ ബെക്കിനെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ടോണി പീറ്റർക്കായി മാറ്റിവെച്ച ഡ്രോണുകളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഈഡിത്ത് ഗ്ലാസ് പീറ്റർ അബദ്ധത്തിൽ മിസ്റ്റീരിയോയ്ക്ക് കൈമാറി. മിസ്റ്റീരിയോ സത്യത്തിൽ ഒരു ഫ്രോഡായിരുന്നു. ടോണി പണ്ട് ജോലിയിൽ നിന്ന് പുറത്താക്കിയ പുള്ളി ഡ്രോണുകളും ഹോളോഗ്രാമും ഉപയോഗിച്ച് ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു. പീറ്റർ മിസ്റ്റീരിയോയെ തോൽപ്പിച്ചെങ്കിലും മരിക്കുന്നതിന് മുമ്പ് മിസ്റ്റീരിയ ഒരു വലിയ കെണി വെച്ചിരുന്നു. സ്പൈഡർമാൻ പീറ്റർ പാർക്കർ ആണെന്ന സത്യം അവൻ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞു. ഐഡന്റിറ്റി പുറത്തായതോടെ പീറ്ററിന്റെയും സുഹൃത്തുക്കളുടെയും ജീവിതം തകർന്നു. ആ സമയത്താണ് നമ്മുടെ മാറ്റ് മർഡോക്ക് അഥവാ ഡെയർ ഡെവിൾ ഒരു വക്കീലായി വന്ന് പീറ്ററിനെ ലീഗൽ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത്. എന്നാൽ സുഹൃത്തുക്കൾക്ക് കോളേജ് അഡ്മിഷൻ നിഷേധിക്കപ്പെട്ടതോടെ പീറ്റർ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ അടുത്ത് സഹായം ചോദിച്ചു ചെന്നു. ലോകം മുഴുവൻ പീറ്റർ പാർക്കറെ മറക്കാനുള്ള ഒരു സ്പെല്ലിടാൻ സ്ട്രേഞ്ച് ശ്രമിച്ചു. എന്നാൽ പീറ്റർ മന്ത്രത്തിനിടയിൽ ഇടപെട്ട് അത് കൊളാപ്സ് ആക്കിയതോടെ മറ്റു ലോകങ്ങളിൽ നിന്ന് ഗ്രീൻ ഗ്ലോബിൻ, ഡോക് ഓക്ക്, ഇലക്ട്രോ തുടങ്ങിയ വില്ലന്മാർ ഈ ലോകത്തേക്ക് വന്നു. അവരെ കൺട്രോൾ ചെയ്യാൻ പീറ്റർ ശ്രമിച്ചെങ്കിലും ഗ്രീൻ ഗ്ലോബിൻ ആൻമേയെ കൊലപ്പെടുത്തി. തകർന്നുപോയ പീറ്ററിനെ സഹായിക്കാൻ മറ്റു 2 പ്രപഞ്ചങ്ങളിലെ സ്പൈഡർമാൻമാരായ ടോബി മഗ്വയറും ആൻഡ്രൂ ഗാർഫീൽഡും എത്തി. അവർ ഒന്നിച്ചു ചേർന്ന് എല്ലാ വില്ലന്മാരെയും തീർത്തു. പക്ഷേ അപ്പോഴേക്കും മൾട്ടിവേഴ്സ് പൂർണ്ണമായും തകരുന്ന അവസ്ഥയിലെത്തിയിരുന്നു. ഇത് തടയാനായി പീറ്റർ പാർക്കർ എന്നൊരു വ്യക്തിയെ തന്നെ പ്രപഞ്ചം മുഴുവനും മറക്കാനുള്ള അവസാന മന്ത്രം ചൊല്ലാൻ പീറ്റർ സ്ട്രേഞ്ചിനോട് ആവശ്യപ്പെടുകയുണ്ടായി. മന്ത്രം വിജയകരമായി പൂർത്തിയായി. എല്ലാവരും പീറ്ററിനെ മറന്നു. അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് നെഡിനോ ജീവനായ MJക്കോ പീറ്റർ പാർക്കർ ആരാണെന്ന് ഇപ്പോൾ അറിയില്ല. സിനിമയുടെ അവസാനം പീറ്റർ സ്വന്തമായി ഉണ്ടാക്കിയ ഒരു കോസ്റ്റ്യൂമുമായി ക്വീൻസിലെ തെരുവുകളിലേക്ക് ഇറങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ പീറ്റർ പാർക്കറുടെ ഇപ്പോഴത്തെ അവസ്ഥ. പൂർണ്ണമായും ഒറ്റപ്പെട്ട സ്റ്റാർക്ക് ടെക്നോളജിയുടെ പിൻബലമില്ലാത്ത, ആരും തിരിച്ചറിയാത്ത വെറും ഒരു സാധാരണക്കാരനായ പീറ്റർ പാർക്കർ. ഇവിടെ നിന്നാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന പുതിയ സിനിമ ആരംഭിക്കുന്നത്. ഇതിനിടയിൽ മോർബിയസ് സിനിമയുടെ പോസ്റ്റ് ക്രെഡിറ്റിൽ വൾച്ചർ മറ്റൊരു ലോകത്തേക്ക് പോകുന്നതും കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല കുറച്ച് വെനം സിംബയോട്ടും ഈ ലോകത്ത് ബാക്കിയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ വരാൻ പോകുന്ന ബ്രാൻഡ് ന്യൂ ഡേ കാണാൻ നിങ്ങളിപ്പോൾ പൂർണ്ണ സജ്ജരാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു കിടിലൻ സിനിമാറ്റിക് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.